ഹലോ മക്കളെ, 9ാം ക്ലാസ് ഫിസിക്സ് ക്രിസ്മസ് പരീക്ഷയുടെ ആൻസർ കീ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മുഖത്ത് ഈ സന്തോഷം എന്തുകൊണ്ടാണെന്നറിയോ? എടാ ഒന്നുമില്ല, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ ഗ്യാരണ്ടി തരാം, വിത്ത് പ്രൂഫ് ഞാൻ പ്രൂവും ചെയ്തു തരാം. എക്സാമിനറിന്റെ കഴിഞ്ഞ ദിവസത്തെ മാരത്തോൺ ലൈവും മോർണിംഗ് ബൂസ്റ്ററും കണ്ട കുട്ടിക്ക് മുഴുവൻ മാർക്ക് 40ൽ 40 മാർക്കും കിട്ടിയിട്ടുണ്ടാവും. അത്രയും കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ വെറുതെ അടിച്ചുവിടുന്നല്ല, ഓരോ ക്വസ്റ്റൻ്റെയും സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എടുത്ത ലൈവ് ക്ലാസ് മാരത്തോൺ ക്ലാസ്സിൻ്റെയും മോർണിംഗ് ബൂസ്റ്ററിൻ്റെ ഒക്കെ ഒന്നൊക്കെ ഉള്ളൂ. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. മോർണിംഗ് ബൂസ്റ്റർ ഒന്നുള്ളൂ പറഞ്ഞാൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ, എക്സ്ട്രാ അവിടെ പഠിക്കാം. ബാക്കി എല്ലാം നമ്മൾ മാരത്തോൺ ലൈവുകളിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എക്സാമിനറിന്റെ ലൈവ് പഠിച്ചു പോയ കുട്ടിക്ക് എന്തായാലും A+ മിനിമം ആണ്, A+ മിനിമം ആണ്. ഓക്കെ, അങ്ങനെയുള്ളവർ ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യണം. എക്സാമിനർ ക്ലാസ് വെച്ച് പഠിച്ച് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും അത് പറയണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 9ാം ക്ലാസ് പബ്ലിക് എക്സാം ഇതേപോലെ ആയിരിക്കില്ല, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്തായാലും ലെവൽ കുറച്ചും കൂടി കൂടുതലേ വരുള്ളൂ. അപ്പോൾ അവിടെ പ്രോപ്പർ ആയിട്ടൊരു പഠനം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. 26 ഡിസംബറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. റിവിഷൻ ക്ലാസ്, ക്വസ്റ്റൻ ഡിസ്കഷൻ ലൈവ്, അതുകൂടാതെ വർക്ക് ഷീറ്റ്, മോഡൽ എക്സാംസ് എല്ലാം തരുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് മുതലുള്ള അവസാനം വരെയുള്ള ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതായിരിക്കും പുതിയ ക്ലാസ്സുകൾ. വേണമെങ്കിൽ വന്ന് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കാം. ഇനി ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ, ഫീസ് വളരെ കുറവാണ്, എന്നാലും ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ SLC ലക്ഷ്യ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഫ്രീ ആയി കിട്ടും. SLC ലക്ഷ്യ ബാച്ചിൽ പഠിച്ച് 10ാം ക്ലാസ്സിൽ അപ്പോൾ 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒരുമിച്ച് A+ നേടിയെടുക്കാൻ വേണ്ടിയുള്ള അവസരമാണ് തരുന്നത്. വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, ഓരോരോ ആൻസേഴ്സ് നമുക്ക് നോക്കി പോവാം. ഫസ്റ്റ് ചോദ്യം കുറച്ച് ട്രിക്കി ചോദ്യം എന്ന് പറയാം, എങ്കിലും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മിഷാൻ സാറിന്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം അതിൽ കൃത്യമായിട്ട് സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് ഫോളിംഗ് ഫ്രം എയർ ടു വാട്ടർ അറ്റ് എൻ ആംഗിൾ 50 ഡിഗ്രി വിത്ത് നോർമൽ, എന്ത് സംഭവിക്കും? ആലോചിച്ച് നോക്ക് നിങ്ങൾ പിക്ചറോട് SSLC അതാ. എയർന്നാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവല്ലേ, വാട്ടറിന് കൂടുതലല്ലേ. അപ്പൊ കുറവുള്ള ആളിൽ നിന്ന് കൂടിയ ആളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? ടുവേർഡ്സ് നോർമൽ അല്ലേ ബെൻഡ് ചെയ്യുക, നോർമലിന്റെ ലംബത്തിന് അടുത്തോടല്ലേ ബെൻഡ് ചെയ്യുക. അപ്പൊ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ലംബത്തിന് അടുത്തോട്ട് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 50 ഡിഗ്രി ഉണ്ടാവുമോ? ഇത് എന്തായാലും 50 ഡിഗ്രിയാണ് കുറവല്ലേ ഉണ്ടാവുള്ളൂ, വല്ല 40-30 ഡിഗ്രി അല്ലേ ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ. ഇനി ഏതാ നിങ്ങൾ ടിക്കറ്റ് അടിക്കോ? 40 ഡിഗ്രി വിത്ത് നോർമൽ എന്ന ടിക്കറ്റ് അടിക്കോ? റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്ലക്റ്റ് ആണോ ചെയ്യുക? റിഫ്രാക്റ്റ് അല്ലേ മക്കളെ ചെയ്യുക. അപ്പൊ അടുത്ത റിഫ്രാക്റ്റഡ് ആംഗിൾ മോർ ദാൻ 50 ഡിഗ്രി അല്ല, പാസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ ഉണ്ടാവും. റിഫ്രാക്റ്റഡ് ആംഗിൾ ലെസ് ദാൻ 50 ഡിഗ്രി. ഇതാണ് ആൻസർ. ഇത് ടിക്ക് ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് സെയിം സാധനം ചെയ്താണ് നമുക്ക് വായുവിൽ നിന്ന് ജലത്തിലേക്ക് വരുമ്പോൾ എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക? ഇങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുക. അതായത് ഈ ആംഗിളിനെക്കാളും കുറവായിരിക്കും ഈ ആംഗിൾ. അത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ക്ലാസ്. നമ്പർ ഇവിടെ കൊടുത്തു, ക്ലാസ്സിൽ നമ്പർ ഇല്ല എന്നുള്ളൂ. കോൺസെപ്റ്റ് പഠിച്ച ക്ലാസ് പഠിച്ച കുട്ടി കിട്ടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. കോൺസെപ്റ്റ് പഠിക്കണം, ക്ലാസ് പഠിച്ച കുട്ടി കിട്ടിയിട്ടുണ്ടോ? സെയിം സാധനം. കൊച്ചി ടു ഇംഗ്ലണ്ട് ആയിരുന്നു നമ്മൾ ചെയ്തത്, ഇവരത് കൊച്ചി ടു അന്റാർട്ടിക്ക ആക്കി. അത്രേ ഉള്ളൂ. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ വെയിറ്റ് സെയിം ആണെന്നാ പറയുന്നത്. സെയിം ആണോ? അല്ല. നിങ്ങൾ കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കോ കൊച്ചിയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോകുമ്പോൾ പോളാർ റീജിയൻസിന്റെ അടുത്തേക്ക് പോകുമ്പോൾ G കൂടും. G കൂടിയ വെയിറ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഇത് തെറ്റാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം എവറിവെയർ ഓർ, അതും തെറ്റാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ ഓൾറെഡി പറയുന്നതാണ്. ഇക്വേറ്ററിൽ കുറവാണ്, പോൾസിൽ കൂടുതലാണ്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ് ആണ്. അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഡയറക്റ്റ് ഫ്രം അവർ മാരത്തോൺ ലൈവ് ക്ലാസ്. വീണ്ടും ഞാൻ ഇന്നലെ കുറച്ച് ടഫാന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ചോദ്യം അതേപോലെ വന്നു. നോക്ക്, ഈ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെൻ വൺ മാസ് ഈസ് ഡബിൾഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഡിസ്റ്റൻസ്, അപ്പൊ എന്താ സംഭവിക്കും? മാസ് ഡബിൾ ആയാലും ഫോഴ്സ് എന്താണ്? ഡബിൾഡ് ആവും. അത് സിമ്പിൾ ആണ്. വെൻ ഡിസ്റ്റൻസ് ഇസ് ഡബിൾ, നമ്മൾ ചെയ്താണ്. ഡിസ്റ്റൻസ് ഡബിൾ ആകുമ്പോൾ ഫോഴ്സ് 1/4 ആവും. നമ്മൾ ക്ലാസ്സിൽ ഇന്നലത്തെ ക്ലാസ്സിൽ ചെയ്താണ്. ഡിസ്റ്റൻസ് ഡബിൾ ആകുമ്പോൾ ഫോഴ്സ് 1/4 ആവും. അപ്പൊ ഇതിവിടെ കൊടുക്കേണ്ടത് 1/4 കുറയും. വെൻ ഡിസ്റ്റൻസ് ഇസ് ഹാഫ്, അതും ചെയ്ത. ഡിസ്റ്റൻസ് ഹാഫ് ആക്കണമെങ്കിൽ ഫോഴ്സ് 4 ടൈംസ് ആവും. ഡിസ്റ്റൻസ് ഹാഫ് ആക്കുകയാണെങ്കിൽ വിത്തൗട്ട് ചേഞ്ചിങ് മാസ് ഫോഴ്സ് 4 ടൈംസ് ആവും. ഡയറക്റ്റ് ഫ്രം ആ ക്ലാസ്. സോ നിങ്ങൾ കറക്റ്റ് കൊടുക്കേണ്ടത് 1 എന്ന് പറഞ്ഞാൽ വൈയിലേക്ക്, 1 എന്ന് പറഞ്ഞാൽ വൈയിലേക്ക്, 2 എന്ന് പറഞ്ഞാൽ എവിടേക്കാണ്? 2 എന്ന് പറഞ്ഞാൽ Z-ലേക്ക്, 2 എന്ന് പറഞ്ഞാൽ Z-ലേക്ക്, യെസ്. ആൻഡ് 3 എന്ന് പറഞ്ഞാൽ X-ലേക്ക്, 3 എന്ന് പറഞ്ഞാൽ X-ലേക്ക്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലാസ്സിൽ വന്ന് വെറുതെ ഇരുന്ന കുട്ടിക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. വെറുതെ കണ്ടിരുന്ന കുട്ടി കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ 2 ചോദ്യങ്ങൾ ഇന്നലത്തെ ലൈവിൽ മാത്രമായിട്ട് മിഷാൻ സാർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് പഠിച്ച പോയ കുട്ടിക്ക് എല്ലാം സിമ്പിൾ ആണ്. ആകെ ഈ ഒരു വെള്ളത്തിലിടുമ്പോൾ എന്തായിരുന്നുള്ളതായിരുന്നു ചിന്തിക്കാൻ പറ്റണം. അത്രേ ഉള്ളൂ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി വെൻ മാംഗോ ഫോൾസ് ഡൗൺ. അതായത് താഴേക്ക് വീഴുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കല്ലേ, ഗ്രാവിറ്റിയുടെ ഫോഴ്സും താഴേക്കല്ലേ, mg താഴേക്കല്ലേ, വർക്ക് പോസിറ്റീവ് അല്ലേ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷൻ അല്ലേ, വർക്ക് ഈസ് പോസിറ്റീവ്. അപ്പൊ ഇത് പോസിറ്റീവ് വർക്കിന്റെ എക്സാമ്പിൾ ആണ്. വർക്ക് ഡൺ ബൈ ബോയന്റ് ഫോഴ്സ് ഓൺ ബക്കറ്റ് വെൻ ഇറ്റ്
ഓൺ എ ബക്കറ്റ് വെൻ ഇറ്റ് ഈസ് ബീങ് സബ്മർജ് ഇൻ വാട്ടർ. വെള്ളത്തിലേക്ക് ഒരു ബക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് സബ്മർജ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്, പക്ഷേ ബോയിൻ ഫോഴ്സ് മുകളിലേക്കാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആവില്ല. അപ്പം അത് നെഗറ്റീവ് കൂട്ടാൻ പറ്റില്ല. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ഓൺ എ ബക്കറ്റ് വെൻ ഇറ്റ് ഈസ് ബീങ് സബ്മർജ്. ഇവിടെ ഗ്രാവിറ്റി താഴേക്ക് സബ്മർജ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക്, ഗ്രാവിറ്റിയും താഴേക്കാണ്. അപ്പോൾ ഗ്രാവിറ്റി ചെയ്യുന്ന വർക്ക് എന്താ? പോസിറ്റീവ് ആണ്. ഒന്നും ആലോചിക്കാനല്ല, പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് വെൻ ഒബ്ജക്ട് ഈസ് മൂവ്ഡ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കാര്യങ്ങൾ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ഇവിടെ സാധനം അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഇരിക്കും, നെഗറ്റീവ് വർക്ക്. ഇതൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന കുട്ടിക്ക് ഈസി ആയിട്ട്, മാരത്തോൺ ലൈവിൽ ശ്രദ്ധിച്ചിരുന്ന കുട്ടിക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത പടി. Person A applies force 500 on an object. Person B also applies same force in the same direction on the. രണ്ടുപേരും അങ്ങോട്ട് 500 കൊടുത്താൽ 500 രണ്ടും പോസിറ്റീവ് അല്ലേ? 500 + 500 നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും ഉണ്ടാവുക? 1000 ന്യൂട്ടൺ. ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമ്മൾ മാരത്തോൺ ലൈവിൽ ചെയ്താണ്. ഇന്നലെയും ചെയ്തു, കഴിഞ്ഞ ആഴ്ച ചെയ്ത മിനി മാരത്തോൺ ലൈവിലൊക്കെ നമ്മൾ ആവശ്യത്തിലധികം ചോദ്യം ചെയ്തു. അത് ഫോളോ ചെയ്ത് കുട്ടി ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? 1000 ന്യൂട്ടൺ. ഇസ് ഇറ്റ് ബാലൻസ്ഡ്? എങ്ങനെ ബാലൻസ്ഡ് ആവുക? രണ്ടും ഒരേ ഡയറക്ഷനിലല്ലേ, അപ്പൊ ബാലൻസ്ഡ് ആവുമോ? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാ 500 വരുമ്പോഴല്ലേ ബാലൻസ്ഡ് ആവുക. ഇതെന്താണ്? അൺബാലൻസ് ഫോഴ്സ് ആണ്. ഒന്നും ആലോചിക്കാനല്ല, ഡയറക്റ്റ് ഫ്രം ക്ലാസ്. കോമഡി. The velocity blah 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 blah. Find the acceleration of the car from A to B. Justify. എടാ A നിന്ന് B ലേക്ക് പോകുമ്പോൾ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ എന്തായിരിക്കും? 0. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. ഇതാ നോക്ക്, ഡയറക്റ്റ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി ഗ്രാഫ്? കോൺസ്റ്റന്റ് വെലോസിറ്റി. ഈ സെയിം സാധനം കോൺസ്റ്റന്റ് വെലോസിറ്റി പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ആക്സിലറേഷൻ 0. അപ്പൊ ആക്സിലറേഷൻ 0 ഉള്ള സാധനം കിട്ടിയില്ലേ? 0. അതായത് അല്ലെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് ഈ ഭാഗം, A to B എന്ന് പറഞ്ഞ ഭാഗം. അപ്പൊ ആക്സിലറേഷൻ 0 ആണ്, അത്രേ ഉള്ളൂ. Which part of this graph represents deceleration? എടോ വെലോസിറ്റി കുറയുന്ന ഭാഗം ഏതാ നോക്ക്, അതല്ലേ ഡീസലറേഷൻ. അതായത് ബി എന്ന് പറഞ്ഞാൽ ബി നിന്ന് സിയിലേക്ക് BC കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത് അതുകൊണ്ടോ? ഡീസലറേഷൻ അഥവാ റിട്ടാർഡേഷൻ, മന്ദീകരണം എവിടെയാ സംഭവിക്കുന്നത്? ഗ്രാഫ് താഴേക്ക് പോകുന്നത് BC. ഡയറക്റ്റ് ക്ലാസ്സിൽ ഇരുന്ന കുട്ടിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊന്നും വൺ ഷോട്ടിലെ സ്ക്രീൻഷോട്ട് ഒന്നല്ല വെക്കുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം മാരത്തോൺ ലൈവിൽ 2 മാരത്തോൺ ലൈവ് എടുത്ത 2ലെയും സ്ക്രീൻഷോട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ വൺ ഷോട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരും, ഞാൻ പറയും അത് വൺ ഷോട്ട് എന്നാണ് എടുത്തതെന്ന് ഞാൻ പറയും. അല്ലാത്തൊക്കെ നമ്മൾ മാരത്തോൺ ലൈവിൽ എടുത്താണ്. Observe the velocity time graph given below. Calculate displacement of the body during time interval which is moving in uniform velocity. അവിടെ യൂണിഫോം വെലോസിറ്റി എന്നല്ല, വെലോസിറ്റി മാറാത്ത സ്ഥലം. ഈ ഭാഗത്തെ എന്ത് കണ്ടുപിടിക്കാനാണ് പറയുക? ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഡയറക്റ്റ് മിസ് ചെയ്യിപ്പിച്ചാണ് ക്ലാസ്സിൽ. ഡിസ്പ്ലേസ്മെന്റ് കാരണം ഏരിയ എടുക്കുക, ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എടുത്ത് കണ്ടുപിടിക്കാം, അല്ലാണ്ട് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്ക്. ആ ഭാഗത്തെ ഗ്രാഫ് മാത്രം ഞാൻ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. 90 ഇവിടെ ഉണ്ടാവും, ഇവിടെ 3ഉം 9ഉം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഏരിയ എടുക്കുക, അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റും. ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് എടുക്കുക, ലെങ്ത് എത്രയാടോ? ലെങ്ത് നിങ്ങൾ 6 എടുക്കുക, ബ്രെഡ്ത്ത് നിങ്ങൾ 90 എടുക്കുക, അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്നാൽ വെലോസിറ്റി ടൈം അല്ലേ, ആക്സലറേഷൻ ഒന്നില്ലെങ്കിൽ വെലോസിറ്റി ടൈം ആണ്. അപ്പൊ വെലോസിറ്റി എത്രയാടോ? വെലോസിറ്റി 90 ആണ്. 90 ടൈം എത്രയാ? ഈ ഗ്യാപ്പ് 6 540. സെയിം സാധനമാണ് ക്ലാസ്സിൽ ചെയ്ത്, നമ്പർ മാറ്റി ചെയ്തെന്നുള്ളൂ. ഈ ഇവിടെ 12 വന്നു, ഇവിടെ വേറെന്തോ വന്നു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം. അത് ശ്രദ്ധിച്ചിരുന്ന കുട്ടിക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ അതിന്റെ പ്രാക്ടിക്കലി എന്താ സംഭവിക്കാന്ന് കൂടെ ഞാൻ പറഞ്ഞില്ല. സാർ ഇതൊക്കെ ഞാൻ കണ്ടു, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് മാത്രം കണ്ടു, വേറെ ഒന്നും മനസ്സിലാക്കിയില്ല. ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാറിയാം. ആ ലെവലിലേക്ക് നിങ്ങൾ ഒരിക്കലും ആവരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് ആദ്യം ഒന്ന് കോൺസെപ്റ്റ് ഒക്കെ കുറച്ച് തലയിൽ കയറാൻ അബ്സോർബ് ചെയ്യാൻ സമയം കൊടുക്കണം. എന്നിട്ട് എക്സാമിന്റെ തലേന്ന് വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് എഫക്റ്റീവ് ആവാം. അതല്ലെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ ഇതേ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നമ്പർ മാറ്റി വന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും. അങ്ങനെ ആയി പോകരുത്. അതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ നേരത്തെ പഠിച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ. എന്നിട്ട് എക്സാമിന്റെ തലേന്ന് വന്ന് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും പരീക്ഷയിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം ഉണ്ടാവുക. അപ്പം ആ ഒരു കാര്യം ഉണ്ട് എപ്പോഴും, അത് എപ്പോഴും ഉള്ള കാര്യമാണ്. A car is negotiating a curve with constant speed, its velocity is uniform. ഇവിടെ വെലോസിറ്റി യൂണിഫോം നമ്മൾ പറഞ്ഞതാണ്. സർക്കുലർ മോഷനിൽ പോകുമ്പോൾ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, ശരിയാണ്, ഇവർ പറയുന്നത് ശരിയാണ്. പക്ഷെ വെലോസിറ്റി ചേഞ്ചിങ് ആണ്, യൂണിഫോം അല്ല എന്ന് പറയണം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്താണ്. ഇതാ മറ്റൊരു ചോദ്യം, ഇന്നലത്തെ ലൈവിൽ ചെയ്ത ചോദ്യമാണ് ഇതൊക്കെ. ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ നോൺ യൂണിഫോം വെലോസിറ്റി കറക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോൺ യൂണിഫോം വെലോസിറ്റി ആണ്, യൂണിഫോം വെലോസിറ്റി അല്ല എന്ന് എഴുതി വെക്കണം. ജസ്റ്റിഫൈ യുവർ ആൻസർ. കാരണം എന്താ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വെലോസിറ്റി ഒരു വെക്ടറാണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വെക്ടറിന്റെ ഒരിക്കലും കോൺസ്റ്റന്റ് ആവാൻ പറ്റില്ല. ഇത്രേ ഉള്ളൂ. ഈ പിക്ചർ വേണം വരച്ചാൽ മതി. ഇതൊക്കെ ക്ലാസ്സിൽ ഇന്നലെ എടുത്തതാണ്. ആക്സിഡൻസ് ഇതൊറ്റ മാത്രമേ ഉള്ളൂ ഞാൻ മാരത്തോൺ ലൈവിൽ പഠിപ്പിക്കാതെ, പക്ഷെ വൺ ഷോട്ടിലും ബാച്ചിലൊക്കെ നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് വൺ ഷോട്ടിൽ സ്ക്രീൻഷോട്ടാണ് വെച്ചത്. ആക്സിഡൻസ് ദാറ്റ് ഇൻവോൾവ് പാസഞ്ചേഴ്സ് ഹു ഡു നോട്ട് വെയർ സീറ്റ് ബെൽറ്റ്. എന്താ സംഭവിക്കുന്നത്? എടോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ടൈം വളരെ കുറവായിരിക്കും കൊളീഷന്. ടൈം വളരെ കുറവാണെങ്കിൽ ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് പ്രശ്നം. ഇവിടെ നേരെ തിരിച്ചാണ്. ക്രിക്കറ്റ് പ്ലേയേഴ്സ് മൂവ് ദിയർ ഹാൻഡ്സ് ബാക്ക്വേർഡ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത സാധനം തന്നെയാണ് അല്ലേ? എന്തുകൊണ്ടാണ് ബാക്ക്വേർഡ് ആക്കുന്നത്? കാരണം നമ്മൾ ടൈം കൂട്ടുകയാണ്. ടൈം കൂട്ടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇമ്പാക്ട് ഫോഴ്സ് കുറയും. അപ്പോൾ ആ ഒരു സംഗതിയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. അത് നിങ്ങളുടെ ഭാഷയിൽ ഇക്വേഷൻ വെച്ചിട്ട് ഇക്വേഷൻ ഇല്ലാണ്ട് ഒക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, സെറ്റാണ്.
അപ്പോൾ അതൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം അല്ലാണ്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പേഴ്സൺ പുഷസ് എ ട്രോളിംഗ് മാസ് ഇത്ര, ട്രോളി അക്വയർസ് ആക്സിലറേഷൻ ഇത്ര, മൂവ്സ് വിത്ത് ഇത്ര, ഇതൊന്നുമില്ല. നിങ്ങൾ F = ma എന്ന് പറഞ്ഞ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾ F കണ്ടുപിടിക്കുക, പിന്നെ വർക്ക് = ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ 2 ലെയറിൽ ചെയ്യണം എന്നുള്ളൂ, അല്ലാണ്ട് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ എത്രാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിരുന്നത് 9A. ഫോഴ്സ് കണ്ടുപിടിക്കുക, M × A ഇട്ട് M ഇട്ട് കൊടുക്കുക, A ഇട്ട് കൊടുക്കുക, ഫോഴ്സ് കിട്ടി 500 ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെന്റ് അവർ പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുക, 8000 ജൂൾ, വർക്ക് കിട്ടിയില്ലെങ്കിൽ ആൻസർ. അപ്പോൾ ഒന്നുമില്ല. ഇതൊന്നും സാർ ടഫാണെന്നും പറയരുത്, കാരണം ഫോഴ്സ് കണ്ടുപിടിക്കാൻ അറിയാം നിങ്ങൾക്ക്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. വർക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് വന്നുള്ളൂ. അതൊക്കെ ഒന്ന് ചെയ്യാനുള്ള നമുക്ക് ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അതിനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കി എടുക്കണം പബ്ലിക് ആകുമ്പോൾ കേട്ടോ. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത്. ഒബ്ജക്ട് ഓഫ് മാസ് 4 കിലോ വെച്ച് റെസ്റ്റ് വെൻ ഫോഴ്സസ് അപ്ലൈഡ് വെലോസിറ്റി ബിക്കംസ് 20 മീറ്റർ/സെക്കൻഡ്. ഇത് കാര്യങ്ങൾ ഇത് സിമ്പിൾ ആണ്, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. സെയിം നമ്പർ അല്ലാന്നേ ഉള്ളൂ. വീണ്ടും അത് കണ്ടുപിടിച്ചിട്ട് വർക്ക് കണ്ടുപിടിക്കണം. ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാം. 9B EU = റെസ്റ്റ് എന്നാണ് പറയുന്നുണ്ട്. ഫൈനൽ വെലോസിറ്റി വന്നിട്ടുണ്ട്, മാസ് വന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഇവിടെ ആകെ ഒരു കോംപ്ലിക്കേഷൻ എന്തായാലും ആ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അത് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ V² = U² + 2 V = U + AT വർക്ക് ചെയ്യില്ല, കാരണം ടൈം തന്നിട്ടില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ 5 എന്ന് കിട്ടും. പിന്നെ F = ma വെച്ച് ഫോഴ്സ് കണ്ടുപിടിച്ചു, വർക്ക് = ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് വർക്ക് കണ്ടുപിടിച്ച് 800 ജൂൾ കിട്ടിയ കഴിഞ്ഞു. അപ്പോൾ ആകെയുള്ളത് മൾട്ടിപ്പിൾ ലെയേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ആ മൾട്ടിപ്പിൾ ലെയേഴ്സ് നമ്മളെല്ലാം ഓരോ ലെയർ ഓരോ ചാപ്റ്റർ പഠിക്കുന്നല്ലേ, അതിന് ചോദ്യങ്ങൾ ചെയ്യുന്നല്ലേ. അപ്പോൾ എല്ലാം കൂടെ വന്നാലും ചെയ്യാൻ പറ്റണ്ടേ? പറ്റണം. ഓക്കെ, പറ്റും. മര്യാദയ്ക്ക് പഠിച്ചാൽ പറ്റും. ഒബ്ജക്ട്സ് മേ ഫോൾ ഡൗൺ, സം ഓഫ് ദം മേ ബി ഇൻ ഫ്രീ ഫോൾ. ഇനിയിപ്പോൾ ഓവർ നിങ്ങൾ ഇതാവണ്ട, അയ്യോ ഇയാളെന്താ ഈ പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നല്ലോ. കുഴപ്പമില്ല, നമുക്ക് പബ്ലിക് ആകുമ്പോഴത്തേക്ക് ശരിയാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. പബ്ലിക് ആക്കുന്നത് റെഗുലർ ആയിട്ട് പഠിക്കണേ. എക്സാമിന് തലേന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് നല്ലോണം കിട്ടും. പക്ഷെ നേരത്തെ റെഗുലറായിട്ട് പഠിച്ചവർക്ക് അവർക്ക് ശരിക്കും ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ട് വെച്ച് പറയാൻ എനിക്ക് കൊള്ളാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണം ഉണ്ടാവണമെന്നില്ല. ഒബ്ജക്ട്സ് മേ ഫോൾ ഡൗൺ, സം ഓഫ് ദം മേ ഇൻ ഫ്രീ ഫോൾ. വാട്ട് ഡു യു മീൻ? ഇതൊക്കെ മോർണിംഗ് ബൂസ്റ്ററിൽ പറഞ്ഞ കാര്യമാണ്. അത് മാത്രം കണ്ടിരുന്നത് കിട്ടും. പല കാര്യങ്ങളും മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് എല്ലാം എക്സ്ട്രാ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കാത്ത. ദ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ഫ്രീലി ബോഡി, ഇത് ഈ സാധനം എഴുതി വെക്കുക. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ മാരത്തോൺ ലൈവിൽ പറഞ്ഞതാണ്. അത് വെറുതെ എഴുതി വെച്ചാൽ മതി ഇവിടെ. ഓക്കെ, കഴിഞ്ഞു. അത് ഡയറക്റ്റ് ഫ്രം ക്ലാസ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താ? സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഡെഫിനിഷൻ, ഫോഴ്സ് അക്വയർഡ് ഫോർ ദിസ്. ഈ മൊത്തം സാധനം കൂടെ എഴുതി വെക്കുക. ഞാൻ പറഞ്ഞല്ലേ ക്ലാസ്സിൽ എഴുതി വെക്കുക, മാർക്ക് കിട്ടും അവിടെ. സ്റ്റേറ്റ് ദി ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് അണ്ടർഗോയിങ് യൂണിഫോം. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി കാണിച്ചു തന്നല്ലോ. ടാൻജന്റിന്റെ ലോങ് ആയിരിക്കും, തൊടുവരുടെ ലോങ് ആയിരിക്കും. മാരത്തോൺ ലൈവിൽ ഇതൊക്കെ ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നല്ലേ. വെലോസിറ്റി ആക്സിലറേഷൻ ഇങ്ങോട്ടായിരിക്കും, വെലോസിറ്റി ഇങ്ങോട്ട് ടാൻജന്റ് ഡയറക്ഷനിലേക്കും എഴുതി വെക്കട്ടെ. എലോങ് ദി ടാൻജന്റെന്നോ ടാൻജന്റ് തൊടുവരാന്ന് എന്ത് വേണം എഴുതി വെച്ചോ. ടാൻജൻഷ്യലിന്നോ അങ്ങനെ ഇവിടെ എഴുതി പിക്ചർ വരച്ച് വെച്ചാലും കുഴപ്പമില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സം മീഡിയം, ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്ത സെയിം സാധനം തന്നെ കേട്ടോ. ഇൻ വിച്ച് മീഡിയം ഗിവൺ ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ്. ഇവിടെ ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവുള്ള ആളിലായിരിക്കും ഏറ്റവും സ്പീഡ് കൂടുതൽ. അപ്പോൾ ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈ ലിസ്റ്റിൽ കുറവ് വാട്ടറിനല്ലേ. അപ്പോൾ വാട്ടർ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. റേ ഓഫ് ലൈറ്റ് എൻട്രേസ് സൺഫ്ലവർ ഓയിലിന് ഗ്ലിസറിൽ 30 ഡിഗ്രി കയറി. അങ്ങനെയാണെങ്കിൽ അത് ഗ്ലിസറിലൂടെ എന്ത് ആംഗിളിലായിരിക്കും? ഇവിടെ ഇത് ഭയങ്കര ടഫ് എഴുതുന്നില്ല. രണ്ട് പേരുടെ നിങ്ങൾ നോക്കി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ ലൈറ്റ് നേരെ അങ്ങോട്ട് പോകുള്ളൂ, ബെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ അപ്പുറത്ത് 30 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. സോ ദി ആൻസർ ഈസ് 30 ഡിഗ്രി. അത് ക്ലാസ്സിൽ ആക്ച്വലി സാറ് പറഞ്ഞിട്ടുണ്ട്. നോക്ക്, റൈറ്റ് ഡൗൺ 2 സിറ്റുവേഷൻസ് ഫോർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഏതാ 2 സിറ്റുവേഷൻ? ഒന്ന് ഇങ്ങനെ കയറുമ്പോൾ, 2 ഒരു മീഡിയത്തിൽ നിന്ന് അതേ മീഡിയത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യത്തില്ല. അതൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നത്. അതൊക്കെ മാരത്തോൺ ലൈവിൽ വൺ ഷോട്ട് പോലും അല്ല. ശ്രദ്ധിച്ചിരുന്ന കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ഒരു മടിയും കൂടാതെ പറയും. ഓക്കെ, ഇത് മാത്രം ഒരു ചിന്തിപ്പിക്കുന്ന ചോദ്യമായിരുന്നു, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്യാസസ് അറ്റ് ഹൈ പ്രഷർ എന്താണ് റോക്കറ്റിൽ നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്. ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് എന്താണ്? ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. ഇവിടെ ലോ തേർഡ് ലോ ആണ്. വെൻ ബസ് മൂവ്സ് ഫോർവേഡ് സഡൻലി ഫ്രം റെസ്റ്റ് സ്റ്റാൻഡേർഡ് പാസഞ്ചേഴ്സ് ബാക്കോട്ട് വീഴും. ഇത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ് സാധനം എന്നാണ്. പക്ഷേ ഇനേർഷ്യ ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അല്ലേ? ഏത് ലോ എന്നാണ് ചോദിച്ചത്? അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് എഴുതിയാൽ ചിലപ്പോൾ 1/2 മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ലോ ഏതാണെന്ന് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്നാണ് പറയേണ്ടത്. ഇവിടെ എന്താണ്? ഡ്യൂറിംഗ് പോൾഡ് വാൾട്ട്, ഇത് നമ്മൾ ചെയ്താണ്. പോൾഡ് വാൾട്ടിന് നമ്മൾ ചെയ്താണ്. സ്പോഞ്ച് മേ ബി അതെന്താണ്? അവിടെ നമ്മൾ ഏതിൻ്റെ ലോ ഉപയോഗിച്ചത്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു m × v - u/t യിൽ ടൈമിന്റെ അല്ലേ ഉപയോഗിച്ചു. ടൈം കൂട്ടുമ്പോൾ ഫോഴ്സ് കുറയുന്നല്ലേ നമ്മൾ പറയുന്നത്. ഇത് ഏത് ലോ ആണ്? F = m × v - u/t അഥവാ F = ma, സെക്കൻഡ് ലോ ആണ്. അപ്പോൾ ലോ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത്. ഇത് മാത്രം ചിലപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ കത്തിയിട്ടുണ്ടാവില്ല.
പക്ഷെ കുഴപ്പമില്ല, വേറെ ചോദ്യങ്ങൾ ചെയ്യാനുണ്ടാവല്ലോ. 40 കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കിയുള്ള ചോദ്യങ്ങൾ സെപ്പറേറ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ ഈസി ആയിട്ട് 40 കിട്ടിയിട്ടുണ്ടാവും. വേറെ കാര്യം ഇതൊക്കെ ഡയറക്റ്റ് ക്ലാസ്സിലാണ്. നമുക്ക് ഗ്രാവിറ്റി 1/6 വാട്ട് ഇസ് വെയിറ്റ്, വാട്ട് ഇസ് വെയിറ്റ് ഓൺ മൂൺ, സെയിം സാധനം നമ്പർ മാറ്റി. ഇവര് 18 കിലോ ആക്കി, നമ്മൾ 10 കിലോ ചെയ്തത്. ഇവര് ജി 10 എടുത്തോളം പറഞ്ഞു, നമ്മുടെ ജി 10 എടുത്തോളം പറഞ്ഞില്ലേ, വേറെ ഒന്നുമില്ല. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? 14A ആൻസർ. എവിടെ പോയി എർത്തിലെ വെയിറ്റ് m × g 10 എടുക്കുക 180. മറ്റേ മൂന്നിലെ വെയിറ്റ് എന്താ? /6 ചെയ്താൽ മതി, അല്ലെ m × g/6 എന്നൊക്കെ ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ചെയ്തു. പക്ഷെ എൻ്റെ ഒന്നും ആവശ്യമില്ല. 180/6 30 ന്യൂട്ടൺ അവസാനം കിട്ടും മൂന്നിൽ. പക്ഷെ മാസ് 18 തന്നെ ആയിരിക്കും, മാസ് മാറത്തില്ല. അവർ ചോദിച്ചിട്ടുണ്ട് മാസ് എത്രയായിരിക്കും? മാസ് 18 ആയിരിക്കും. നമ്മൾ ക്ലാസ്സിന് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാസ് മാറാൻ പോകുന്നില്ല. ഓക്കെ, അടുത്ത വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് ഒബ്ജക്റ്റ് സെന്റർ ഓഫ് ദി, ഡയറക്റ്റ് ക്ലാസ് ചോദ്യം. സെന്റർ ഓഫ് ദി എർത്തിൽ g 0 ആയിരിക്കും, വെയിറ്റും 0 ആയിരിക്കും. കഴിഞ്ഞു. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ്? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണോ? വെയിറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡിപ്പെൻസ് ഓൺ മാസ്, ഡിപ്പെൻസ് ഓൺ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എഴുതി വെക്കുക. ഇനി വേണമെങ്കിൽ എക്സ്ട്രാ എഴുതി വെക്കാം, പക്ഷേ അതിന് ആവശ്യമില്ല. ഇൻ വിച്ച് റീജിയൻ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ഡസ് എ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയിറ്റ്? നമ്മൾ പറഞ്ഞു ഇതാ മാക്സിമം വെയിറ്റും മാക്സിമം എവിടെയായിരിക്കും ബോഡി ഹെവിയർ? പോൾസിൽ എഴുതി വെക്കുക. ഡയറക്റ്റ് ക്ലാസ് ഫ്രം മാരത്തോൺ ലൈവ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്ജക്ട് ബേസ് ബ്ലാ 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 ബ്ലാ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. നമ്മുടെ മാരത്തോൺ ലൈവിൽ അതേപോലെ ചെയ്തിട്ടുണ്ട്. ആൻസർ എന്താ വരിക? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യാം. കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു തരാം. രണ്ടുപേരും കൂടി മൈനസ് ചെയ്യുക. വെയിറ്റിന് എയർ മൈനസ് വെയിറ്റിന് ഫ്ലൂയിഡ് ചെയ്യുക. 0.14. എല്ലാത്തിൻ്റെ ആൻസർ 0.14 കേട്ടോ. ഇത് 0.14, ഇതും 0.14, ഇതും 0.14. എല്ലാം കാരണം എല്ലാം സെയിം ആണോ? ബോയൻ ഫോഴ്സും ലോസ് ഓഫ് വെയിറ്റും വെയിറ്റ് ഓഫ് വാട്ടർ സ്പ്ലേസും ഒക്കെ സെയിം ആണ്. മൂന്നിൻ്റെ ആൻസർ സെയിം ആണ്. നമ്മൾ ക്ലാസ്സിൽ അതേ സാധനം ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. അതേ സാധനം നമ്മൾ ക്ലാസ്സിൽ വന്നു. അതേപോലെ ദിൽഷാമസ് ചെയ്തു വന്ന ചോദ്യം അതേപോലെ വന്നു. വീണ്ടും ഫ്രം ക്ലാസ് ആണ്. ഷിപ്പ് സിങ്സ് മോർ വെൻ enters a river from sea. കാരണം സീന് ഡെൻസിറ്റി സാന്ദ്രത കൂടുതലാണ്, റിവറിന്റെ സാന്ദ്രത കുറവാണ്. ഡെൻസിറ്റി കൂടുമ്പോൾ ബോയൻസി കൂടുതലായിരിക്കും, അഥവാ ബോയൻ ഫോഴ്സ് കൂടുതലായിരിക്കും. ഡെൻസിറ്റി കുറയുമ്പോൾ ബോയൻ ഫോഴ്സ് കുറയും. ഇത്രയുള്ള സംഗതി. അപ്പോൾ ബോയൻ ഫോഴ്സ് കുറയുമ്പോൾ അത് മുങ്ങിപ്പോകും കുറച്ച്. വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ബോയൻ ഫോഴ്സ്? ബോയൻ ഫോഴ്സ് കുറയും, അതിന് ഡെൻസിറ്റി കുറവായിരിക്കും സാധാരണ വെള്ളത്തിന്റെ. അപ്പോൾ ബോയൻസി കുറവായിരിക്കും, ബോയൻ ഫോഴ്സ് കുറയും. ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്ത സാധനം. എവിടെ പോയി എഴുതാം? ഷിപ്പ് മൂവ്സ് ഫ്രം ഫ്രഷ് വാട്ടർ ടു സീ ഇറ്റ് റൈസസ്. അത് നേരെ തിരിച്ചു വെച്ചത് റിവറിന്ന് അല്ലെ ഫ്രഷ് വാട്ടറിന് സീയിലേക്കാണ് പോയത്. ഇവിടെ സീന്ന് ഫ്രഷ് വാട്ടറിലേക്ക് വന്നു, അല്ലെ റിവറിലേക്ക് വന്നു. നേരെ തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. സെയിം ലോജിക്കാണ്. റൈറ്റ് ഡൗൺ അനദർ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ബോയൻ ഫോഴ്സ്. ബോയൻ ഫോഴ്സിനെ എഫക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉള്ളൂ. ഒന്ന് ഡെൻസിറ്റി, മറ്റെന്താണ് വോളിയം. ഇതൊക്കെ ക്ലാസ്സിൽ തിയറി വൺ ഷോട്ട് പോലെ മാരത്തോൺ ലൈവിൽ പറഞ്ഞ കാര്യമാണ്. വോളിയം ഓഫ് ദി ഒബ്ജക്ട് എഴുതി വെക്കുക. കഴിഞ്ഞു. വ്യാപ്തം. അടുത്ത് ഇതൊക്കെ ഡയറക്റ്റ് ക്ലാസ്സിനാണ്. നെയിം ദ ബ്ലാ 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 റിലേറ്റീവ് ഡെൻസിറ്റി ലാക്ടോമീറ്റർ. ഇവിടെ എഴുതി വെച്ചുണ്ടോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മിൽക്ക്. ഇതാണോ എഴുതി വെക്കുക ലാക്ടോമീറ്റർ. റൈറ്റ് ഡൗൺ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, പ്രവർത്തന തത്വമോ അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വമോ എഴുതി വെച്ചാൽ മതി. ഏത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. നെയിം അനദർ, രണ്ടും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് നെയിം അനദർ ഡിവൈസ് വർക്കിംഗ്. ദ ഹൈഡ്രോമീറ്റർ. ഇതൊക്കെ ഡയറക്റ്റ് ക്ലാസ് എന്നാണ്. നെയിം ദ ഡിവൈസ് ഹൈഡ്രോമീറ്റർ. എല്ലാത്തിനും സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. കഴിഞ്ഞു. 16ാമത്തെ ചോദ്യത്തിന് മാർക്ക് കിട്ടി. അടുത്തത് പോർട്ടർ ബ്ലാ 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 ബേസിക്കലി വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി MGH. ഡയറക്റ്റ് ക്ലാസ് എന്നുള്ള ചോദ്യമാണ്. ഇത് നമ്മൾ എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കോമഡി ചോദ്യമാണ്. അപ്പോൾ എത്ര ആൻസർ വരിക? MGH ചെയ്യുമ്പോൾ MGH 1.5 10 മൾട്ടിപ്ലൈ ചെയ്താൽ 15 × 15 225 വരും. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. ഡയറക്റ്റ് ഫ്രം ക്ലാസ്. നമ്പർ മാറ്റിയെന്നുള്ളൂ. വേറെ എന്താ ചോദിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഇടയിൽ കൂടെ ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. G 10 എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ദ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് മാസ് ബ്ലാ 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 കാൽക്കുലേറ്റ് ടൈം ഫോർ. ഒന്നുമില്ല, ഈ ഇക്വേഷൻ അങ്ങോട്ട് ഉപയോഗിച്ച് പരിപാടി തീർക്കുക. സാധാരണ നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഇപ്രാവശ്യം ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഫോഴ്സ് വന്നിട്ട് എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. ടൈമിനെ കൊണ്ടുകൊണ്ടുവരാം, ഫോഴ്സിനെ കൊണ്ടുകൊണ്ടുവരാം, ടൈം കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ കിട്ടുക? കാര്യങ്ങൾ തന്നൊക്കെ എഴുതി വെക്കുക. F = ഇങ്ങനെ എഴുതുക. ടൈമിനെ കൊണ്ടുകൊണ്ടുവരാം, ഫോഴ്സിനെ കൊണ്ടുകൊണ്ടുവരാം. കാരണം ടൈമാണ് വേണ്ടത്. ഇതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവസാനം എന്ത് കിട്ടും? 1.5 സെക്കൻഡ്സ് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫോഴ്സ് എന്താണ്? റിട്ടാർഡിംഗ് ഫോഴ്സ്. കാരണം വെലോസിറ്റി കുറയുക ചെയ്യുന്ന 65 5ലേക്ക് പറയുമ്പോൾ ഫോഴ്സ് റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്. വെലോസിറ്റിന് കുറയ്ക്കുന്ന ഫോഴ്സ് ആക്സലറേഷൻ റിട്ടാർഡിംഗ്, അതായത് റിട്ടാർഡേഷൻ അഥവാ റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഫോഴ്സ് നിങ്ങൾ മൈനസ് എടുക്കണം, അല്ലെങ്കിൽ ടൈം മൈനസ് വരും. അത്രേ ഉള്ളൂ. ടൈം മൈനസ് ആവില്ല എന്ന് അവസാനം പറഞ്ഞ് 1.5 സെക്കൻഡ്സ് എഴുതി വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടെക്നിക്കലി ഇങ്ങനത്തെ വരുമ്പോൾ ഫോഴ്സിന് നെഗറ്റീവ് എടുത്തേക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? അവസാനം മൈനസ് കട്ടായിട്ട് ടൈം പ്ലസ് വാല്യൂ വരും. മനസ്സിലായി? ഇനിയിപ്പോൾ ടൈം മൈനസ് വന്നാലും കുഴപ്പമൊന്നുമില്ല. അവസാനം എഴുതുക ടൈം ഈസ് 1.5 സെക്കൻഡ്സ് എഴുതി വെച്ചാൽ ഓക്കെയാണ്. മനസ്സിലേ? പക്ഷേ ഫോഴ്സ് നെഗറ്റീവ് എടുത്താലേ കറക്റ്റ് വരുള്ളൂ എന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരു ചോദ്യം, ഈ ചോദ്യം ഒറ്റ കുട്ടി വന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു. അറ്റ്ലീസ്റ്റ് സ്റ്റെപ്പെങ്കിലും എഴുതി പകുതി മാർക്കെങ്കിലും വാങ്ങാൻ പറ്റുമായിരുന്നു. 4 മാർക്കിൽ 2 മാർക്കെങ്കിലും വാങ്ങാൻ പറ്റുമായിരുന്നു. അത് ഉറപ്പാണ്. കാരണം ഇതെങ്കിലും എഴുതി വെക്കാൻ പറ്റില്ല, അവന് സബ്സ്റ്റിറ്റ്യൂട്ട് എങ്കിലും ചെയ്യാൻ പറ്റില്ലേ? ആക്ച്വലി ഫുള്ള് ചെയ്യാൻ പറ്റും. അതാ സത്യം. എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫുള്ള് ചെയ്യാൻ പറ്റും.
വെൻ എ ഫോഴ്സ് ഓഫ് 14 ന്യൂട്ടൺ സപ്ലൈ ഇന്ന വെലോസിറ്റിയിൽ നിന്ന് എവിടെയൊക്കെ പോകുന്നു 2 സെക്കൻഡിലാണ് സംഭവിക്കുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇതൊക്കെ ഡയറക്റ്റ് ഇതേ സാധനം തന്നെയാണ്. ഇതേ സാധനം ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എഫ് ഇസിക്വൽ എം എ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പോൾ എഫ് ഇസിക്വൽ എം എ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എ കണ്ടുപിടിക്കും, എഫ് ഇസിക്വൽ എം എന്ന് എ കണ്ടുപിടിച്ചാൽ ഇത് കിട്ടും. പിന്നെ വി ഇസിക്വൽ യു പ്ലസ് എ ഉപയോഗിച്ചിട്ട് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുക, അത് 70 കിട്ടും. ഇനി ചോദിച്ചിട്ട് ഫൈനൽ വെലോസിറ്റി അല്ല ചേഞ്ച് ഇൻ വെലോസിറ്റി ആയതുകൊണ്ട് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്ത് 40 എഴുതി വെക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അവർ ചോദിച്ചത്. ചിലർ വായിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഫൈനൽ വെലോസിറ്റി എഴുതിയാലും 4 മാർക്കിൽ പേടിക്കൊന്നും വേണ്ട, 3-3.5 മാർക്കിങ്ങിൽ തരേണ്ടതാണ് ടീച്ചർ. കാരണം ചോദ്യം വായിക്കാത്തതുകൊണ്ടല്ലേ, രണ്ട് അറിയാത്തതുകൊണ്ടൊന്നുമല്ലോ. എന്തിനാ അവരങ്ങനെ ചോദിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ സംഭവം ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു, പേപ്പർ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ സാധനം. അപ്പം ഞാൻ ഇവിടെ 100% ഞാൻ പറയും 40-ൽ 50 മാർക്കും എക്സാമിനർ എന്നാണ്. പിന്നെ 50 മാർക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അപ്പം 40-ൽ 40 മാർക്കും എക്സാമിനറിന്റെ ക്ലാസ് കണ്ട കുട്ടിക്ക് കിട്ടും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതേ പവറിലായിരിക്കും ഇനിയുള്ള സബ്ജക്റ്റിലും പഠിപ്പിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയാം. അതേ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. ഇതേപോലെ എക്സാമിനറിന്റെ കൂടെ പഠിച്ചു 9-ലും 10-ലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ഫുൾ എ പ്ലസും ഫുൾ മാർക്കും വാങ്ങാൻ പറ്റും. ഒബ്വിയസ്ലി അതേ ടീച്ചേഴ്സാണ് നിങ്ങൾ +1-നും +2-നും ഞാനൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ +1 +2-നും വേറെ ലെവൽ റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആക്ച്വൽ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ കൂടെ വന്നിരുന്ന് പഠിച്ചോ, നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ അറിയിക്കാം മറക്കണ്ട. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് എക്സാം. ബാച്ചിൽ ജോയിൻ ചെയ്ത് പബ്ലിക് എക്സാം തകർക്കണമെങ്കിൽ താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ബൈ ബൈ.